തന്നുയിർ തന്ന ജീവനാഥൻ എന്നഭയം എന്നാൾ മുഴുവൻ ഒന്നിനും തന്നിടമെന്നെ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാ. സുഭാഷിതം. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. But the angel answered and said to the women, Do not be afraid, for I know that you seek Jesus who was crucified. He is not here, for he is risen as he said. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു എന്ന് 1-ാം വാക്യത്തിൽ വായിക്കുന്നു. മറ്റേ മറിയ എന്നിവിടെ എഴുതിയിരിക്കുന്നത് ബേഥാന്യയിലെ മറിയയാണെന്നാണ് പണ്ഡിതാക്കന്മാർ പറയുന്നത്. ശബത്ത് ആചരിക്കുന്നവരായിരുന്നല്ലോ യഹൂദന്മാർ. ശബത്ത് മൂലം ചുരുക്കിയ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഒരുക്കം പൂർത്തിയാക്കാനാണ് ഈ സ്ത്രീകൾ അതിരാവിലെ കല്ലറയ്ക്കൽ എത്തിയതെന്ന് ലൂക്കോസ് 24-1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. അവിടെ അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കൽ എത്തി എന്നെഴുതിയിരിക്കുന്നു. യേശുവിൻ്റെ മൃതദേഹം കണ്ടെത്തുമെന്നുള്ള പൂർണ്ണ പ്രതീക്ഷയോടുകൂടിയാണ് അവർ എത്തിയത്. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു എന്ന് 2-ാം വാക്യത്തിൽ വായിക്കുന്നു. ഈ ഭൂകമ്പത്തെക്കുറിച്ച് മറ്റു സുവിശേഷണങ്ങളിൽ കാണുന്നില്ല. മത്തായി മാത്രമാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ദൂതനാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള സന്ദേശം സ്ത്രീകളോട് അറിയിക്കുന്നത്. കല്ല് നീക്കം ചെയ്യുവാൻ ഒരു ദൂതൻ്റെയും ആവശ്യമില്ലായിരുന്നു. ആത്മാവിൽ ഉയർക്കപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ ശക്തിയാൽ കല്ല് ഉരുട്ടി മാറ്റുവാൻ കഴിയുമായിരുന്നു. ചില വേദപണ്ഡിതാക്കന്മാർ അഭിപ്രായപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിന് സാക്ഷികളായ ദൂതന്മാർ അവിടുത്തെ പുനരുത്ഥാനത്തിനും സാക്ഷികളാകേണ്ടത് ഉചിതമായിരുന്നു എന്നാണ്. അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു എന്നാണ് ദൂതൻ്റെ സന്ദേശം. ഒരിക്കലും സ്ത്രീകൾ പ്രതീക്ഷിക്കാത്ത സന്ദേശമാണ് ദൂതൻ അവരോട് പറഞ്ഞത്. അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ദൂതൻ സ്ത്രീകളോട് പറയുന്നു, അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. യേശുവിനെ പുറത്തുവിടുവാനല്ല കല്ല് ഉരുട്ടി മാറ്റിയത്. പുനരുത്ഥാന ശരീരത്തിൽ യേശുവിന് ഭൗതിക തടസ്സങ്ങളിലൂടെ കടന്നു പോകുവാൻ കഴിയുമെന്ന് യോഹന്നാൻ 20:19 നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞു. യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുവാനാണ് ദൂതൻ കല്ല് ഉരുട്ടി മാറ്റിയത്. യേശുവിൻ്റെ മൃതശരീരം വെച്ചപ്പോൾ കല്ലറയ്ക്കെതിരെ നിന്ന് നോക്കിക്കണ്ട 2 സ്ത്രീകളാണ് മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയുമെന്ന് 27:61 എഴുതിയിട്ടുണ്ട്. അതേ സ്ത്രീകളെയാണ് ആ സ്ഥലം കാണുവാൻ ക്ഷണിച്ചതും. പ്രസംഗികളുടെ പ്രഭുവായിരുന്ന സ്പർജൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു ദൃക്സാക്ഷി 20 കേൾവിക്കാരേക്കാൾ നല്ലതാണ്. നിങ്ങൾ കേട്ടത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ടത് വിശ്വസിക്കും. ഈ സ്ഥലം പ്രവചന നിവൃത്തിയായി നമ്മെ അറിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും ദൈവം നമ്മെ ഉപേക്ഷിക്കയില്ല എന്നുള്ള സന്ദേശം നൽകുന്നു. മരണം കീഴ്പ്പെട്ടതായി ഇത് വിളിച്ചു പറയുന്നു. ഈ സ്ഥലം നമ്മെ വിളിച്ചറിയിക്കുന്ന മറ്റൊരു വസ്തുത യേശുവിൽ നമുക്ക് ഒരു പുനരുത്ഥാനമുണ്ട് എന്ന്. യേശു കർത്താവിൻ്റെ ഈ പുനരുത്ഥാനത്തിന് സാക്ഷികളാകുവാനാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതും. നാം ഭൂമിയിലായിരിക്കുമ്പോൾ യേശു കർത്താവ് ജീവിക്കുന്നു, നമ്മുടെ ജീവിതത്തിനൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് മരിച്ചു കിടക്കുന്നവരോട് ഈ സന്ദേശം അറിയിക്കുവാൻ നമുക്കും ഉത്തരവാദിത്തമുണ്ട്. ഈ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള പിതാവേ, യേശു കർത്താവ് ഇന്നും ഞങ്ങളിൽ ജീവിക്കുന്നു എന്നുള്ള പുനരുത്ഥാനത്തിൻ്റെ സന്ദേശം മറ്റുള്ളവരെ അറിയിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.
വേഗം വരാമെന്നരുളി സ്വർഗെ പോയവൻ, വേഗം വരാമെന്നരുളി സ്വർഗെ പോയവൻ. വേഗം വരുമാ പ്രിയനെ കാൺമാൻ, വേഗം വരുമാ പ്രിയനെ കാൺമാൻ. കാത്തിരിക്കും വിശുദ്ധരെല്ലാം പറന്നു പറന്നുയർന്നിടും, കാത്തിരിക്കും വിശുദ്ധരെല്ലാം